കേന്ദ്ര സർക്കാരിനെതിരായ അവിശ്വാസ പ്രമേയം തുടർച്ചയായ 5ാം ദിവസവും ലോക്സഭയിലെത്തും. തെലങ്കാന രാഷ്ട്രീയ സമിതിയും അണ്ണാ DMKയുടെയും പ്രതിഷേധം കാരണം ഇതുവരെ പ്രമേയം പരിഗണനയ്ക്ക് എടുത്തിട്ടില്ല. അവിശ്വാസ പ്രമേയത്തിന് 50 പേരുടെ പിന്തുണയുണ്ടോയെന്ന് പരിശോധിക്കാൻ പോലും കഴിയുന്നില്ലെന്ന് സ്പീക്കർ സുമിത്ര മഹാജൻ ഇന്നലെ പ്രതികരിച്ചിരുന്നു. അവിശ്വാസ പ്രമേയം നേരിടാൻ കേന്ദ്ര സർക്കാരിന് കഴിയുമെന്നാണ് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി അനന്ത് കുമാറിന്റെ വാദം. കേംബ്രിഡ്ജ് അനലിറ്റിക്ക ഫേസ്ബുക്ക് ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ചോർത്തിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വീഴ്ച പറ്റിയെന്ന് ഫേസ്ബുക്ക് CEO മാർക്ക് സുക്കർബർഗ്. പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്നും സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഫേസ്ബുക്കിന്റെ വിശ്വാസ്യത നഷ്ടമായെന്നും അതിൽ ഖേദിക്കുന്നതായും സുക്കർബർഗ് കൂട്ടിച്ചേർത്തു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ബർഗിന്റെ പ്രതികരണം. അവിശ്വാസ പ്രമേയം നേരിടാൻ തയ്യാറാകാതെ പാർലമെന്റിൽ ഒളിച്ചോടുന്ന BJPക്ക് ജനങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ത്രിപുര വിഷയത്തിൽ അഹങ്കരിച്ച BJPക്ക് UPയിലും ബീഹാറിലും ജനങ്ങൾ മറുപടി നൽകിയത് വിസ്മരിക്കരുതെന്ന് കോടിയേരി പറഞ്ഞു. കാസർഗോഡ് എണ്ണപ്പാറയിൽ CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോഹിംഗ്യൻ അഭയാർത്ഥികളായ സ്ത്രീകളും പെൺകുട്ടികളും വ്യാപകമായി പീഡനത്തിനിരയാകുന്നുവെന്ന് റിപ്പോർട്ടുകൾ. അന്താരാഷ്ട്ര മാധ്യമമായ BBC നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്നത്. ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമായ മ്യാൻമാറിൽ നിന്നുള്ള സ്ത്രീകളെയും പെൺകുട്ടികളെയും വ്യാപകമായി ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. സ്ത്രീകളടങ്ങിയ വൻ റാക്കറ്റുകൾ ഇതിന് പിറകിലുണ്ടെന്ന് അന്താരാഷ്ട്ര മാധ്യമമായ BBC നടത്തിയ അന്വേഷണ പരമ്പര ചൂണ്ടിക്കാണിക്കുന്നു. കുടുംബത്തിലെ അംഗങ്ങൾ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് മറ്റു രാജ്യത്തേക്ക് അഭയം തേടേണ്ടി വന്ന 14-കാരിയായ പെൺകുട്ടിയാണ് പീഡനത്തിനിരയായ അവസാനത്തെ ഇര. ബംഗ്ലാദേശിലേക്ക് എത്താൻ വഴി തേടിയ തന്നെ വാനിലെത്തിയ വനിതകൾ സഹായിക്കാമെന്ന് പറഞ്ഞ് വാഹനത്തിൽ കയറ്റുകയായിരുന്നുവെന്നും പിന്നീട് വാഹനത്തിലേക്ക് എത്തിയ 2 പുരുഷന്മാർ ചേർന്ന് തന്നെ പീഡിപ്പിച്ചുവെന്നും ബാലിക BBCയോട് വ്യക്തമാക്കി. എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ മാരകമായി അക്രമങ്ങൾ നേരിടേണ്ടി വന്നു എന്നും പെൺകുട്ടി വെളിപ്പെടുത്തി. പീഡന സംഭവങ്ങൾ റോഹിംഗ്യൻ ക്യാമ്പുകളിൽ സർവ്വസാധാരണമാണെന്നാണ് ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മികച്ച ജോലിയും മറ്റു സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്ത് സഹായഹസ്തങ്ങളുമായി എത്തുന്നവരാണ് സ്ത്രീകളെയും പെൺകുട്ടികളെയും ലൈംഗിക തൊഴിലാളികളാക്കി മാറ്റുന്നത് എന്നാണ് പുതിയ വിവരം. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള റോഹിംഗ്യൻ ക്യാമ്പുകളുടെ അവസ്ഥയും ദയനീയമാണ്. അതുകൊണ്ട് തന്നെ 2 ആഴ്ചയ്ക്കകം നിലവിലെ സാഹചര്യം വ്യക്തമാക്കി റിപ്പോർട്ട് തരാൻ സുപ്രീം കോടതി കേന്ദ്രത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്നും സ്ഥിതിഗതികൾ ദയനീയമാണെന്നും ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി ഇങ്ങനെയൊരു തീരുമാനം കൈക്കൊണ്ടത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഭൂമി അധികാർ ആന്തോളന്റെ നേതൃത്വത്തിൽ നടത്തിയ 2 ദിവസത്തെ കർഷക സമ്മേളനം അവസാനിച്ചു. RSSനെതിരെയുള്ള മുന്നേറ്റങ്ങളും കർഷക സമരങ്ങളും ഒരേ ദിശയിൽ കൊണ്ടുവരണമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു. കോൺഗ്രസ് BJP എന്നിവരെ ഒഴിവാക്കി നടത്തിയ രാഷ്ട്രീയ സമ്മേളനത്തിൽ CPI, തൃണമൂൽ കോൺഗ്രസ്, AIADMK തുടങ്ങി മിക്ക പാർട്ടികളും പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രക്ഷോഭം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ദില്ലിയിൽ 2 ദിവസത്തെ കർഷക സമ്മേളനം സംഘടിപ്പിച്ചത്. BJP രാജ്യത്ത് വർഗീയ ധ്രുവീകരണം നടത്താനാണ് ശ്രമിക്കുന്നതെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കുറ്റപ്പെടുത്തി. RSSനെതിരെയുള്ള മുന്നേറ്റങ്ങളും കർഷക സമരങ്ങളും ഒരേ ദിശയിൽ കൊണ്ടുവരണം. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിൽ ഉപരി കർഷകർക്ക് മിനിമം താങ്ങുവില ഉറപ്പാക്കാനുള്ള നിയമനിർമ്മാണമാണ് നടത്തേണ്ടതെന്നും യെച്ചൂരി ആവശ്യപ്പെട്ടു. और वो बड़ा षड्यंत्र क्या है? वो यही कि आज की जो एक धर्मनिरपेक्ष जनतंत्र का गणराज्य जो अपना भारत है, इस गणराज्य को जो इस संविधान के ऊपर जो चलता है उसकी की चरित्र बदलना. ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാനാണ് BJP ശ്രമമെന്ന് CPI ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡിയും കുറ്റപ്പെടുത്തി. മൃദു ഹിന്ദുത്വം പുലർത്തുന്ന കോൺഗ്രസിനെ ഒഴിവാക്കിയായിരുന്നു രാഷ്ട്രീയ സമ്മേളനം. ശരത് യാദവ് ഉൾപ്പെടെ എല്ലാ പ്രതിപക്ഷ പാർട്ടി നേതാക്കളും സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ചെങ്ങന്നൂർ ഉപതിരഞ്ഞെടുപ്പിൽ BJPക്കെതിരെ ശിവസേന സ്ഥാനാർത്ഥിയെ നിർത്തും. NDAയിൽ ഇടഞ്ഞു നിൽക്കുന്ന മറ്റ് ഇതര കക്ഷികളുമായി ഇത് സംബന്ധിച്ച് ആശയവിനിമയം നടത്തും. ഇന്നലെ കായംകുളത്ത് ചേർന്ന ശിവസേന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിന്റേതാണ് തീരുമാനം. NDA ഘടകകക്ഷിയായ BDJSന് പിന്നാലെ ശിവസേനയും കൂടി ചെങ്ങന്നൂരിൽ കൈവിടുന്നതോടെ BJPയുടെ നില കൂടുതൽ പരുങ്ങല്ലാവുകയാണ്.
ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബദൽ NDA രൂപീകരിച്ച് മത്സരിക്കാനാണ് ഇന്നലെ കായംകുളത്ത് ചേർന്ന ശിവസേന സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ തീരുമാനം. ഇതിനു മുന്നോടിയായി ഏപ്രിൽ 2-ന് നയപ്രഖ്യാപന കൺവെൻഷൻ ചെങ്ങന്നൂരിൽ ചേരും. NDAയുമായി ഇടഞ്ഞു നിൽക്കുന്ന ഘടകകക്ഷികളുമായി ചർച്ചകൾ ആരംഭിക്കുന്നതിന് 5-അംഗ ഉന്നതാധികാര സമിതിയെയും യോഗം ചുമതലപ്പെടുത്തി. ചെങ്ങന്നൂരിൽ BJPയെ തുറന്നു കാണിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് MS ഭുവനേന്ദ്രൻ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് രാമകൃഷ്ണൻ ഉണ്ണിത്താൻ, പെരിങ്ങമല അജി, KR വിജയൻ, മടവൂർ സന്തോഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ. മാറിയും മറിഞ്ഞും മുന്നണികളെയും പാർട്ടികളെയും പിന്തുണച്ച പാരമ്പര്യമാണ് ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിനുള്ളത്. വലതുപക്ഷത്തിന് മേൽക്കൈയുള്ള മണ്ഡലമാണെങ്കിലും പല ഘട്ടങ്ങളിലും ഇടതുപക്ഷത്തെയും ഈ മണ്ഡലം പിന്തുണച്ചിട്ടുണ്ട്. മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. അത്ര എളുപ്പമൊന്നും ഒരു മുന്നണികൾക്കും വഴങ്ങിക്കൊടുക്കാത്ത ചരിത്രമാണ് ചെങ്ങന്നൂരിനുള്ളത്. സ്നേഹിച്ചവരെ പതിറ്റാണ്ടുകളോളം വാരിപ്പുണർന്നും തിരസ്കരിച്ചവരെ നിർദ്ദയം പുറന്തള്ളുകയും ചെയ്യുന്ന ചരിത്രം ചെങ്ങന്നൂരിനുണ്ട്. മധ്യ തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ തലസ്ഥാനമാണ് ചെങ്ങന്നൂർ നിയോജക മണ്ഡലം. ലോകത്തെ ഞെട്ടിച്ച് ഇന്ത്യയുടെ തെക്കേ മുൻപിലെ കുഞ്ഞു കേരളം 1957 ചുവന്നു തൊടുത്തപ്പോൾ R ശങ്കരനാരായണൻ തമ്പി എന്ന ചെമ്പനീർ പൂവിനെയാണ് ചെങ്ങന്നൂരുകാർ നിയമസഭയിലേക്ക് അയച്ചത്. തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ സഭ നിയന്ത്രിച്ചിരുന്ന സജീവോത്തമന്റെ കസേരയിൽ R ശങ്കരനാരായണൻ തമ്പി എന്ന കമ്മ്യൂണിസ്റ്റ് സ്പീക്കർ കയറിയിരുന്നപ്പോൾ ചെങ്ങന്നൂർ മറ്റൊരു ചെന്താരകമായി. എന്നാൽ ആ ചുവപ്പിനധികം ആയുസുണ്ടായിരുന്നില്ല. വിമോചന സമരത്തിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ സരസ്വതി അമ്മയിലൂടെ കോൺഗ്രസുകാർ ചെങ്ങന്നൂർ തിരികെ പിടിച്ചു. എന്നാൽ PT ചാക്കോയുടെ കല്ലറയിൽ നിന്ന് ഉയർകൊണ്ട കേരള കോൺഗ്രസ് ചെങ്ങന്നൂരിൽ വേരാഴ്ത്തിയതോടെ ശക്തമായ ത്രികോണ മത്സരത്തിനൊടുവിൽ CPIMന്റെ PG പുരുഷോത്തമൻ പിള്ള ചെങ്കൊടി ഉയർത്തി. പിന്നെ നീണ്ട പതിറ്റാണ്ടുകൾ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് നേരെ ചെങ്ങന്നൂരുകാർ മുഖം തിരിച്ചു. NSS ജനറൽ സെക്രട്ടറിയായിരുന്ന കിടങ്ങൂരിന്റെ കാർമ്മികത്വത്തിൽ പിറന്ന NDP എന്ന പാർട്ടിയുടെ വർത്തിക്കാനായിരുന്നു ഏറെക്കാലം ചെങ്ങന്നൂർ. S തങ്കപ്പൻ പിള്ളയും S രാമചന്ദ്രൻ പിള്ളയും NDPയുടെ ബാനറിൽ നിയമസഭ കണ്ടു. എന്നാൽ സ്വാത്വികനായ മാമനയിപ്പിലൂടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ LDF മണ്ഡലം തിരികെ പിടിച്ചു. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട രാഷ്ട്രീയ തരംഗത്തിൽ മാമനയിപ്പിന് അടിപതറി. ശോഭന ജോർജിലൂടെ കോൺഗ്രസും കൈപ്പത്തിയും തിരികെ എത്തി. തുടർന്നുള്ള 3 തിരഞ്ഞെടുപ്പിലും ശോഭന ജോർജ് കോൺഗ്രസിന്റെ കൊടിപ്പട താഴ്ത്തിയില്ല. 2006-ലും 2011-ലും PC വിഷ്ണുനാഥ് വിജയം ആവർത്തിച്ചു. എന്നാൽ 2016-ലെ ഇടതു സുനാമിയിൽ 25 വർഷം നീണ്ട കോൺഗ്രസിന്റെ ഏകഛത്രാധിപത്യത്തിന് തിരശീല വീണു. രാമചന്ദ്രൻ നായർ ചെങ്ങന്നൂരിന്റെ നക്ഷത്ര തപസ്സിൽ മറ്റൊരു ചന്ദ്രക്കലയായി ഉദിച്ചു. 3 മുന്നണികളും അവരുടെ അഭിമാന പോരാട്ടത്തിന് കച്ചമുറുക്കുമ്പോൾ ചെങ്ങന്നൂരിന്റെ രാഷ്ട്രീയ മനസ്സാർക്കൊപ്പമെന്നറിയാൻ ഇനിയും 2 മാസം കാത്തിരിക്കണം. ക്യാമറമാൻ വിനീഷ് നേതാജിക്കൊപ്പം S ജീവൻകുമാർ, ചെങ്ങന്നൂർ. കൊല്ലത്ത് ട്രെയിൻ ഷണ്ടിങ്ങിനിടെ എഞ്ചിൻ തട്ടി ഒരാൾ മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. പുത്തൂർ സ്വദേശി സുദീപാണ് മരിച്ചത്. പറവൂർ സ്വദേശി മനോജ്, ബീഹാർ സ്വദേശി വിവേകാനന്ദ മിശ്ര എന്നിവർക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രി 8 മണിക്കാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ റോഡ് നമ്പർ 11-ൽ അപകടം. റോഡ് 11-നും 12-നും ഇടയിൽ പാക്കിംഗ് മെഷീനിൽ ഡീസൽ നിറയ്ക്കുന്നതിനിടെയാണ് പുറകോട്ട് വന്ന റേക്ക് തട്ടി ട്രാക്ക്മാൻ സുധീപിന്റെ ജീവൻ നഷ്ടമായത്. ബീഹാർ സ്വദേശി വിവേകാനന്ദ മിശ്രയ്ക്കും പരവൂർ സ്വദേശി മനോജിനും ഗുരുതരമായി പരിക്കേറ്റു. ട്രെയിൻ റിവേഴ്സ് വന്ന് തട്ടിയത്. എവിടെ വെച്ച്? യാർഡിൽ വെച്ച്. നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? 3 പേരുണ്ടായിരുന്നു. ഷണ്ടിംഗ് സമയത്ത് ട്രാഫിക് വിഭാഗം ജീവനക്കാരൻ വിസിലടിക്കണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ വേണ്ടത്ര ജീവനക്കാരെ റെയിൽവേ നിയമിക്കാത്തതിനാൽ സുരക്ഷാ സംവിധാനം പലപ്പോഴും പാളുന്നു. ഒരു 1-2 മാസമായിട്ട് ജീവനക്കാരെ കൊണ്ട് കൊല്ല ചെയ്യിക്കുന്ന ജോലിയാണ് നടക്കുന്നത്. കണ്ടിന്യൂസ് നൈറ്റാണ്. അതിന്റെ ഭാഗമായിട്ട് ഈ ട്രാക്കിൽ ജോലി ചെയ്യുമ്പോൾ റെയിൽവേ സ്വീകരിക്കേണ്ട മിനിമം സുരക്ഷാ കാര്യങ്ങൾ അവർ പാലിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. അതായത് ഷണ്ടിങ്ങിന് പലപ്പോഴും 2 ജീവനക്കാരെ ആണ്, മിനിമം 4 ജീവനക്കാർ വേണ്ടുന്നിടത്ത് 2 ജീവനക്കാരാണ് കൊടുക്കുന്നത്. ഇപ്പൊ ഇന്ന് തന്നെ ഈ സംഭവം ഉണ്ടായത്, ആ ഷണ്ടിങ് ജീവനക്കാർ വിസിലടിക്കാൻ ആളില്ലാതെ വിസിൽ അടിച്ച് ഇത് റേക്ക് എംടി റേക്ക് വരുന്നുണ്ടെന്നുള്ള മുന്നറിയിപ്പ് ജീവനക്കാർക്ക് കൊടുത്തിരുന്നെങ്കിൽ ഈ അപകടം ഉണ്ടാകത്തില്ലായിരുന്നു. ജീവനക്കാരുടെ ജീവന് വില കൽപ്പിക്കാത്ത റെയിൽവേക്കെതിരെ പ്രതിഷേധവും ശക്തമായി. സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായി റെയിൽവേയിൽ അപ്രഖ്യാപിത നിയമന നിരോധനം നടപ്പിലാക്കുന്നതിന്റെ അനന്തരഫലമാണ് അപകടങ്ങൾ തുടർക്കഥയാവാൻ കാരണമെന്ന് DRU ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അരുവിക്കര MLA ശബരിനാഥിന്റെ മണ്ഡലത്തിൽ ഭാര്യയും സബ് കളക്ടറുമായ ദിവ്യ S അയ്യർ സ്വകാര്യ വ്യക്തിക്ക് പഞ്ചായത്ത് വക ഭൂമി അനുവദിച്ച വിഷയത്തിൽ പഞ്ചായത്ത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ തീരുമാനിച്ചു. ഭൂമി കൈമാറ്റം സംബന്ധിച്ച വിഷയത്തിൽ സബ് കളക്ടർ തീരുമാനം കൈക്കൊള്ളുന്നതിന് മുൻപ് കുറ്റിച്ചൽ പഞ്ചായത്തുമായി ആശയവിനിമയം നടത്തിയില്ലെന്നും പഞ്ചായത്ത് പരാതി ഉന്നയിച്ചു.
മന്ത്രിസഭായോഗ തീരുമാനമില്ലാതെ സബ് കളക്ടർ ദിവ്യ എസ് അയ്യർ സ്വകാര്യ വ്യക്തിക്ക് കുറ്റിച്ചൽ പഞ്ചായത്തിന്റെ വക ഭൂമി കൈമാറിയ സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനാണ് കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ തീരുമാനം. പഞ്ചായത്ത് ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകാൻ സബ് കളക്ടർ ഉത്തരവ് ഇടുന്നതിന് മുൻപ് ഇക്കാര്യം പഞ്ചായത്തിനെ അറിയിച്ചിരുന്നില്ല. ഭൂമി സംബന്ധിച്ച വിഷയത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി എടുത്ത തീരുമാനം സബ് കളക്ടറെയും തഹസിൽദാരെയും രേഖാമൂലം അറിയിച്ചിട്ടും മേൽനടപടികൾ കൈക്കൊണ്ടിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് അധികാരികൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ തീരുമാനിച്ചത്. ഈ 83 സെന്റ് വസ്തുവിൽ ഉൾപ്പെട്ട 10 സെന്റ് നസീറിന് പതിച്ചു കൊടുക്കാനാണ് ശ്രമമെങ്കിൽ ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ പഞ്ചായത്ത് സിവിൽ കേസാണെങ്കിൽ അങ്ങനെ അടിയന്തരമായി മുഖ്യമന്ത്രിക്കും റവന്യൂ സെക്രട്ടറിക്കും പഞ്ചായത്ത് പരാതി കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കോട്ടൂരിലെ പഞ്ചായത്ത് വക 83.5 സെന്റ് ഭൂമി അളന്ന് അതിർത്തി നിർണയിച്ചു നൽകണമെന്ന പഞ്ചായത്തിന്റെ ആവശ്യം ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല. അതേസമയം സബ് കളക്ടറുടെ ഉത്തരവ് പ്രകാരം ഭൂമി ലഭിച്ച നസീർ ഭൂമിക്ക് അമിതവില ഈടാക്കുന്നുവെന്ന പരാതിയുമായി കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. പെട്രോൾ പമ്പുകൾ കേന്ദ്രീകരിച്ച് ആക്രമണങ്ങൾ വ്യാപകമാകുന്നു. പ്രതിഷേധവുമായി പെട്രോൾ പമ്പുടമകൾ രംഗത്ത്. സംസ്ഥാനത്തെ മുഴുവൻ പെട്രോൾ പമ്പുകളും തിങ്കളാഴ്ച 8 മണിക്കൂർ അടച്ചിടും. ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സാണ് സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. കോട്ടയം പാമ്പാടിയിൽ പെട്രോൾ പമ്പ് ജീവനക്കാരനെ തലക്കടിച്ച് വീഴ്ത്തി 1.5 ലക്ഷം രൂപ അക്രമികൾ കവർന്നിരുന്നു. കവർച്ച തടയാൻ ശ്രമിക്കുന്നതിനിടെ ഇരുമ്പ് കമ്പി ഉപയോഗിച്ചാണ് ആക്രമിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് സംഭവം. കവർച്ചക്കാർ ഇതര സംസ്ഥാനക്കാരാണെന്ന് പെട്രോൾ പമ്പിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ മാത്രം 2 മാസത്തിനിടെ 5 കേസുകളാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ പെട്രോൾ പമ്പുകൾക്ക് സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ടാണ് തിങ്കളാഴ്ച രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പമ്പുകൾ അടച്ചിടാൻ തീരുമാനിച്ചതെന്ന് ഉടമകൾ അറിയിച്ചു. മദ്യപാന്മാരുടെ ശല്യം, കവർച്ചക്കാരുടെ ശല്യം, മറ്റ് മോശമായ പെരുമാറ്റങ്ങൾ ധാരാളമായി ഉണ്ടാകുന്നു. പണം ധാരാളമായി പെട്രോൾ പമ്പുകളിൽ ഉണ്ട് എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ ജീവനക്കാരെ അതിക്രൂരമായി മർദ്ദിക്കുന്ന നിരവധിയാണ് സംഭവങ്ങൾ. ഒരു പെട്രോളിയം ഡീലർ ചെങ്ങന്നൂരിലെ മുളക്കുഴ എന്ന പ്രദേശത്തെ പെട്രോളിയം ഡീലർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിൻ്റെതായ ഒരു വിധത്തിലുള്ള ഒരു പ്രൊട്ടക്റ്റീവ് മെഷേഴ്സും ഓയിൽ കമ്പനികളുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല. കാരണം ഇതിൽ അവരെ വോളിയം കൂടുന്നത് സംബന്ധിച്ചിട്ട് ഞങ്ങളെ ട്രെയിനിൽ നമുക്ക് ഇത് സമയത്ത് ഈ രാത്രി വർക്കുന്ന ജോലിക്കാർക്ക് മുഴുവൻ ഈ തൊഴിലാളി നിയമങ്ങൾ അനുസരിച്ചിട്ട് നമ്മൾ വേജസിൽ മുഴുവൻ വ്യത്യാസം ചെയ്യണം, മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ഡിജിറ്റൽ പണമിടപാടുകൾ വർദ്ധിച്ചെങ്കിലും പെട്രോൾ പമ്പുകളിൽ വരുന്ന ഉപഭോക്താക്കളിൽ ഭൂരിഭാഗവും അപ്പോൾ തന്നെ പണം നൽകി ഇന്ധനം നിറയ്ക്കുന്നവരാണ്. ഈ സാഹചര്യത്തിൽ പെട്രോൾ പമ്പുകളിൽ എപ്പോഴും പണമുണ്ടാകുമെന്ന അറിവാണ് കവർച്ചക്കാർക്ക് ആകർഷണമാകുന്നത്. പെട്രോൾ പമ്പുകൾക്ക് മതിയായ സംരക്ഷണം നൽകുന്ന നിയമനിർമ്മാണം നടപ്പാക്കണമെന്നും ഉടമകൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രാക്തന ഗോത്ര വിഭാഗങ്ങൾക്ക് PSC വഴി പ്രത്യേക നിയമനം. അടിയാൻ, കാട്ടുനായ്ക്കൻ എന്നീ വിഭാഗത്തിൽപ്പെട്ട 100 പേർക്കാണ് PSC വഴി പ്രത്യേക നിയമനം ലഭിക്കുന്നത്. പോലീസ്, എക്സൈസ് വകുപ്പുകളിലാണ് ഇവർക്ക് ജോലി ലഭിക്കുക. PSCയുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് പ്രാക്തന ഗോത്ര വിഭാഗങ്ങളായ പണിയാൻ, അടിയാൻ, കാട്ടുനായ്ക്കർ വിഭാഗങ്ങൾക്ക് പ്രത്യേക റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. മലപ്പുറം, പാലക്കാട്, വയനാട് ജില്ലകളിൽ നിന്നായി 21 വനിതകൾക്കും 79 പുരുഷന്മാർക്കുമാണ് നിയമനം ലഭിക്കുക. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് PSC നേരിട്ട് അഡ്വൈസ് മെമ്മോ നൽകും. ഏപ്രിൽ 5-നകം നിയമന പ്രക്രിയ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമെന്ന് PSC ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ പറഞ്ഞു. ആദിവാസി സമൂഹത്തിൽ നിന്ന് പ്രത്യേകം ഒരു സെലക്ഷൻ നടത്തി ചരിത്രത്തിലേക്ക് ഒരു ഏഡായുള്ള ആദ്യത്തെ സംഭവമായി നമ്മൾ ഈ റാങ്ക് ലിസ്റ്റിനെ കാണാം. യാതൊരു കാലതാമസം കൂടാതെ വളരെ വേഗതയിലാണ് ഈ സെലക്ഷൻ നടത്തിയത്. യോഗ്യതയിൽ പോലും പ്രത്യേക ഇളവ് നൽകിയാണ് നിയമനം. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരിൽ നിന്ന് SSLC പാസ്സാകാത്തവരെ ലഭിച്ചില്ലെങ്കിൽ 8ാം ക്ലാസ് പാസ്സായവരെ നിയമിക്കും. ട്രൈബൽ പ്രൊമോട്ടേഴ്സ് വഴിയാണ് ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ സ്വീകരിച്ചത്. 8ാം ക്ലാസ് മുതൽ മാസ്റ്റർ ഡിഗ്രി വരെയുള്ളവർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ പ്രാക്തന ഗോത്രവിഭാഗങ്ങൾക്കായി പ്രത്യേക നിയമനം നടത്താൻ തീരുമാനിച്ചതെന്നും PSC ചെയർമാൻ വ്യക്തമാക്കി. നിലവിലുള്ള LD ക്ലർക്ക് റാങ്ക് ലിസ്റ്റ് കാലാവധി മാർച്ച് 31 അർദ്ധരാത്രിക്ക് അവസാനിക്കുമെന്നും ഏപ്രിൽ 2 പുതിയ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്നും ചെയർമാൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മഹാരാഷ്ട്രയിലെ കരിമ്പിൻ മേഖലയ്ക്ക് വിപ്ലവാത്മകമായ തുടക്കമായിരുന്നു അന്നുവരെ വേസ്റ്റായി തള്ളിയിരുന്ന കരിമ്പിൻ ചണ്ടി ഉപയോഗിച്ചുള്ള എത്തനോൾ ഉൽപാദനം. ഈ ഉൽപാദനത്തിന് ആദ്യ വിപണി കണ്ടെത്തിയത് ഒരു മലയാളിയായിരുന്നു. 2000ന്റെ തുടക്കത്തിൽ ആരംഭിച്ച ഈ സംരംഭം പ്രതിസന്ധി നിറഞ്ഞ കരിമ്പിൻ മേഖലയ്ക്ക് പുതുജീവൻ നൽകുകയായിരുന്നു. രാജ്യത്ത് ഏറ്റവും അധികം പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. എന്നിരുന്നാലും ഇവിടുത്തെ കരിമ്പ് കർഷകർ പലപ്പോഴും വലിയ പ്രതിസന്ധിയിലായിരുന്നു.
7 ലക്ഷത്തോളം തൊഴിലാളികളാണ് മഹാരാഷ്ട്രയിൽ കരിമ്പ് കൃഷിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നത്. മഹാരാഷ്ട്രയിലെ കരിമ്പിൻ മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകിയ മലയാളിയാണ് സുകുമാര പണിക്കർ. അതുവരെ അവശിഷ്ടമായി നശിപ്പിച്ചു കളഞ്ഞിരുന്ന കരിമ്പിൻ ചണ്ടിയിൽ നിന്നും എഥനോൾ എന്ന അസംസ്കൃത വസ്തു ഉൽപ്പാദിപ്പിച്ച് അതിന് വലിയ തോതിൽ വിപണി കണ്ടെത്തുകയായിരുന്നു പണിക്കർ. ഒന്നാമത് ആ കാലങ്ങളിൽ ബ്രസീൽ ജസ്റ്റ് ട്രൈ ചെയ്യുന്നൊരു സമയമാണ്. അതായത് എഥനോളിനെ ബയോഫ്യൂവലായിട്ടാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, നമുക്കിതിൻ്റെ മാർക്കറ്റിംഗ് നമുക്ക് വേൾഡ് ഓവർ ഓർഡർ കിട്ടാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? അപ്പോൾ ഈ ലെവലിലാണ്, ഈ ബിസിനസ് ലെവലിൽ ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയിട്ടുള്ളത്. US-ഉം ബ്രസീലുമാണ് അക്കാലത്തെ ഏറ്റവും വലിയ എഥനോൾ ഉൽപാദക രാജ്യങ്ങൾ. ഇവരുടെ എഥനോൾ ഇന്ധന പദ്ധതിയിൽ ആധുനിക ഉപകരണങ്ങളും വില കുറഞ്ഞ കരിമ്പിൻ ചണ്ടിയുമാണ് താപവും ശക്തിയും ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗപ്പെടുത്തുന്നത്. എഥനോൾ ഗതാഗത ഇന്ധനമായി പല രാജ്യങ്ങളിലും ഉപയോഗിച്ചു തുടങ്ങിയ കാലത്തായിരുന്നു മഹാരാഷ്ട്രയിലും ട്രീറ്റ് ചെയ്ത ബയോമാസ് പൊളിപ്പിച്ച് എഥനോൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഈ എഥനോളിന് പല അപ്ലിക്കേഷൻസ് ഉണ്ട്. അൺഹൈഡ്രസ് ആൽക്കഹോൾ എന്ന് പറയും. ദാറ്റ് ഈസ് യൂസിംഗ് ഫോർ ആസ് എ ബയോഫ്യൂവൽ ഫോർ റണ്ണിംഗ് ദി ഓട്ടോമൊബൈൽ വെഹിക്കിൾസ്. ഇത് വേൾഡിൽ വളരെയധികം വളരെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ബ്രസീൽ, അമേരിക്കൻ കൺട്രീസ്, ഇവരെല്ലാവരും 30 to 35% ഇന്ന് പെട്രോളിന് പകരം അതിനോട് ബ്ലെൻഡ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ബയോഫ്യൂവൽ. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ യുവജന ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ മുൻനിര പ്രവർത്തനങ്ങളിലൂടെ പഠിക്കുന്ന കാലത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന സുകുമാര പണിക്കർ 17ാമത്തെ വയസ്സിലാണ് ഉപരിപഠനത്തിനായി മുംബൈയിലെത്തുന്നത്. ഈയിടെ കിസാൻ സഭ സംഘടിപ്പിച്ച കർഷക സമരത്തിലും അവരോടൊപ്പം നടന്നാണ് സുകുമാര പണിക്കർ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത്. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവ് മൂലം പ്രതിസന്ധിയിലാകുന്ന നിർമ്മാണ മേഖലയ്ക്ക് ഉണർവ് പകർന്ന് നവീന കെട്ടിട നിർമ്മാണ ശൈലി ഇന്ത്യയിലേക്കും. വിയറ്റ്നാമിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഭാരം കുറഞ്ഞ കോൺക്രീറ്റും സ്റ്റീലും ഉപയോഗിച്ചാണ് പുതിയ രീതിയിൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത്. സാധാരണ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന്റെ പകുതി സമയത്തിൽ പണി പൂർത്തിയാക്കാമെന്നതാണ് ഇവയുടെ പ്രത്യേകത. വിയറ്റ്നാമിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഓട്ടോക്ലേവ്ഡ് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിംഗ് സാങ്കേതികവിദ്യയാണ് ഇന്ത്യയിലേക്കും എത്തിയത്. കോൺക്രീറ്റ് തൂണുകളും ബീമുകളും ഒഴിവാക്കി സ്റ്റീൽ ഫ്രെയിമുകൾ ഉറപ്പിച്ച് അവയ്ക്കിടയിൽ ഭാരം കുറഞ്ഞ കോൺക്രീറ്റ് സ്ലാബുകൾ നിറയ്ക്കുന്നതാണ് പുതിയ രീതി. പ്രകൃതിക്കിണങ്ങുന്ന ഈ ശൈലിയിലുള്ള രാജ്യത്തെ ആദ്യ വീടിന്റെ നിർമ്മാണം ഗുരുവായൂരിൽ ആരംഭിച്ചു. ഡീപ് ഗ്രീൻ ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റേഴ്സ് എന്ന സ്ഥാപനമാണ് നിർമ്മാണം നടത്തുന്നത്. വെളിയിലത്തെ ടെമ്പറേച്ചർ 50 ഡിഗ്രീസ് ആണെങ്കിൽ ഇതൊരു 30-35 ഡിഗ്രി അറിയത്തുള്ളൂ. ചെതല് പിടിക്കത്തില്ല, തീ പിടിക്കത്തില്ല. ഒരു സാധാരണ വീട് വെക്കുന്ന സമയത്തിന് പകുതി സമയം മതി ഇതൊരു വീട് വെക്കാൻ. വയറിങ്ങും പ്ലംബിങ്ങും അടക്കം പരമ്പരാഗത ശൈലിയിൽ തന്നെ പൂർത്തിയാക്കാം. അറ്റകുറ്റപ്പണികളും പരിപാലനവും വേണ്ടതില്ല. ഏത് കാലാവസ്ഥയ്ക്കും അനുയോജ്യമാണ്. പ്രവാസി മലയാളികൾക്ക് പുതിയ നിക്ഷേപ മേഖല തുറക്കുന്ന സംരംഭത്തിൽ നാട്ടിലെ തൊഴിലാളികൾക്ക് പരിശീലനവും നൽകുന്നുണ്ട്. ലാഭവിഹിതത്തിന്റെ 1% താഴെത്തട്ടിലുള്ളവർക്കായി ഇവർ മാറ്റിവെക്കുന്നുണ്ട്. മൂസ മാസ്റ്റർ സർ പുള്ളിയുടെ ഇൻസ്ട്രക്ഷൻസ് നിർദ്ദേശത്തിൽ ഞങ്ങൾ കുറെ പ്രവാസി മലയാളികൾക്കും പാവപ്പെട്ട ആൾക്കാർക്കും വീട് പണിഞ്ഞും ഒക്കെ കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാർത്തകളിലേക്ക്. ധർമ്മടം സർവീസ് സഹകരണ ബാങ്കിന്റെ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരം പ്രൊഫസർ MK സാനുവിന് സമർപ്പിച്ചു. ഇന്നലെ വൈകിട്ട് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ വെച്ച് നടന്ന ചടങ്ങിലായിരുന്നു പുരസ്കാരം സമർപ്പിച്ചത്. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ വൈശാഖനാണ് അവാർഡ് സമർപ്പിച്ചത്. മുൻ MPയും CPIM എറണാകുളം ജില്ലാ സെക്രട്ടറിയുമായ P. രാജീവ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കും സാഹിത്യകാരന്മാരുടെ ജീവചരിത്ര രചനയ്ക്കുമാണ് പ്രൊഫസർ MK സാനുവിന് പുരസ്കാരം. പ്രമുഖ മാധ്യമ പ്രവർത്തകനായിരുന്ന VK മാധവൻകുട്ടി അനുസ്മരണം ദില്ലിയിൽ നടന്നു. ശശി തരൂർ MP, CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, AK ആന്റണി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കുത്തകകളുടെ കൈകളിൽ അകപ്പെടാതിരിക്കാൻ പ്രാദേശിക മാധ്യമങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാക്കണമെന്ന് AK ആന്റണി ചൂണ്ടിക്കാട്ടി. പന്നി വളർത്തു കേന്ദ്രത്തിൽ നിന്നുള്ള മാലിന്യവും ദുർഗന്ധവും കാരണം ജീവിതം ദുസ്സഹമായിരിക്കുകയാണ് തൊടുപുഴ കുഴിമറ്റം നിവാസികൾക്ക്. അനധികൃതമായി പ്രവർത്തിക്കുന്ന കേന്ദ്രം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ബഹുജന പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് പൊതുപ്രവർത്തകരും നാട്ടുകാരും. ഇടുക്കി ജില്ലയിലെ ഉടുമ്പന്നൂർ പഞ്ചായത്തിൽപ്പെട്ട കുഴിമറ്റത്താണ് 100ഓളം പ്രദേശവാസികളുടെ ജീവിതം ദുരിതപൂർണമാക്കി സ്വകാര്യ വ്യക്തിയുടെ പന്നി വളർത്തു കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ 500ഓളം വരുന്ന പന്നികളുടെ മാലിന്യം വിവിധയിടങ്ങളിലായി കൂട്ടിയിട്ടിരിക്കുന്നു. തീർത്തും അശാസ്ത്രീയമായ മാലിന്യ സംസ്കരണമാണ് ഇവിടെയുള്ളത്. മഴ എത്തുന്നതോടെ ഈ മാലിന്യം മുഴുവൻ ഒലിച്ചിറങ്ങി തൊട്ടരികിലെ തോട്ടിലേക്കാണ് എത്തിച്ചേരുന്നത്.
തോട്ടിൽ നിന്ന് പിന്നീട് തൊമ്മൻകുത്ത് പുഴയിലേക്കാണ് ഈ മാലിന്യം എത്തുന്നത്. പുഴകളുടെ എല്ലാ സൈഡിൽ കൂടെ കിണറും കാര്യങ്ങളുണ്ട്. ഈ വെള്ളം പിന്നെ ചെന്നത് കാളിയാർ ഭാഗത്ത്, കാളിയാർ മൂവാറ്റുപുഴ. കാളിയാറിലേക്ക് അവിടെ നിന്ന് നല്ലൊരു അവിടെ നിന്ന് ശുദ്ധജലം അടിച്ചു കയറുന്ന ഒരു പമ്പുണ്ട്, ശുദ്ധജല പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലേക്കുള്ള വെള്ളം മുഴുവനും ഈ മാലിന്യമാണ് അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ കൈക്കൊമ്പിൽ കോരി കുടിച്ചുകൊണ്ടിരുന്ന വെള്ളമാണ് ഈ വെള്ളങ്ങളിൽ. പക്ഷെ നമുക്ക് കാല് കഴുകുന്നതിന്, കൈ കഴുകുന്നതിന്, മുഖം കഴുകുന്നതിന് സാധിക്കുന്നില്ല. തോട്ടിലിറങ്ങിയ ചോർച്ചില്ല. ആ ഒരു അവസ്ഥ നമുക്ക് മാറി കിട്ടണം. ശുദ്ധജലം, ശുദ്ധവായു എന്ന് വർത്താൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് നമുക്ക് കിട്ടണം. അത് ഞങ്ങളുടെ അവകാശമാണ്. ഫാമിൽ നിന്നുള്ള അസഹനീയമായ ദുർഗന്ധം കിലോമീറ്ററുകൾക്കപ്പുറം വ്യാപിച്ചിട്ടുണ്ട്. ഈ തോട്ടിക്കൂടെ വന്ന കിണറ്റിലേക്ക് കയറിയിട്ട് ഇപ്പൊ കിണറ്റിൽ ഇങ്ങനെ പാട പോലെ എണ്ണമയം കിടക്കുവാണ്. അപ്പൊ നമുക്ക് കിണറ്റിലെ വെള്ളം പോലും ഇപ്പൊ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. സംഭവത്തിൽ ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകിയ നാട്ടുകാർ കോടതിയെ സമീപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇടുക്കിയിൽ നിന്ന് ദിലീപ് ഗോപിക്കൊപ്പം സമീർ വഴങ്ങോട്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിനത്തിലുള്ള മത്സരവേദി സംബന്ധിച്ച വിവാദം പരിഹാരമാകാതെ നീങ്ങുമ്പോൾ ഫുട്ബോളിനും ക്രിക്കറ്റിനും വേദിയാകാൻ കൊച്ചി സ്റ്റേഡിയം സജ്ജമാണെന്ന് KCA വിശദീകരിക്കുന്നു. അതേസമയം പിച്ചിലുണ്ടാകുന്ന മാറ്റം ഫുട്ബോൾ താരങ്ങൾക്ക് അപകടം വരുത്തിവെക്കുമെന്ന് ബ്ലാസ്റ്റേഴ്സ് താരങ്ങളും പ്രതികരിച്ചു. സച്ചിന്റെ അഭിപ്രായത്തിലുള്ള അതൃപ്തിയും KCA മറച്ചുവെക്കുന്നില്ല. കൊച്ചിയിൽ നിന്ന് സിബി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന മത്സരം ഏത് സ്റ്റേഡിയത്തിൽ വേണമെന്ന തർക്കമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ സ്റ്റേഡിയത്തിൽ കൊടികൾ മുടക്കിയുള്ള കൊച്ചി സ്റ്റേഡിയത്തിൽ ഈ ക്രിക്കറ്റ് വീണ്ടും ആരംഭിച്ചാൽ ഈ സ്റ്റേഡിയം നശിച്ചു പോകുമെന്നുള്ള ഒരു വാദമാണ് പ്രധാനമായും എല്ലാവരും ഉയർത്തുന്നത്. മാത്രമല്ല, ഇതിൽ ടർഫ് ഇളക്കി മാറ്റിയ ശേഷം ക്രിക്കറ്റിനായി പുതിയ പിച്ച് നിർമ്മിക്കണം എന്നാണ് മറുവാദമുള്ളത്. എന്തായാലും ഇതിൻ്റെ ശരിയായ സത്യാവസ്ഥ അല്ലെങ്കിൽ ടെക്നിക്കലായ വശങ്ങളെക്കുറിച്ച് കൃത്യമായി പറയാൻ വേണ്ടി ഇവിടെ കേരളത്തിലെ എല്ലാ സ്റ്റേഡിയങ്ങളിലും നിർമ്മാതാക്കളിൽ പ്രധാന പങ്കുവഹിക്കുന്ന ചീഫ് ക്യൂറേറ്ററായ ആൾ നമ്മളൊപ്പം ഉണ്ട്. ഇതെങ്ങനെയാണ് നമ്മുടെ ഈ സ്റ്റേഡിയം, ഇത് ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ നിന്ന് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക് മാറുമ്പോൾ ഈ പിച്ചിനുണ്ടാകുന്നൊരു മാറ്റം എങ്ങനെയാണ്? ഇതിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിക്കറ്റ് ഫീൽഡിൽ ഫുട്ബോൾ ഫീൽഡിൽ നമ്മളുടെ വേരിയേഷൻ ആകെ വരുന്നത് ഒരു 5000 സെൻറ്ററിൽ ഒരു 5000 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ നമ്മൾ പിച്ചിന് വേണ്ടി ഒരു കൺസ്ട്രക്ഷൻ നടക്കണം. അവിടെ മാത്രമേ നമുക്ക് ശരിക്കും പറഞ്ഞൊരു പിച്ച് ഉണ്ടാകുന്നുള്ളൂ. ക്രിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പിച്ച് ഉണ്ടാകുന്നത് ആ 5000 സ്ക്വയർ ഫീറ്റ് ഏരിയയിലാണ്. ആ ഒരു ഏരിയയിൽ മാത്രം നമ്മൾ പ്രിപ്പറേഷൻ പോകുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഏരിയയും സെയിം ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ ടർഫ് കിടക്കുന്നത് അതേപോലെ തന്നെയാവും. ആകെ ഒരു ചെറിയൊരു ചേഞ്ചസ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുട്ബോളിൻ്റെ ഒരു ഗ്രാസ് ഹൈറ്റ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് 24 mm ആണ്. ക്രിക്കറ്റിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8 mm ആണ്. ഈ ചേഞ്ചാണ് നമുക്ക് മെയിൻലി ഒരു ഡിഫറൻ്റ് ആയിട്ട് വരുന്നത്. എന്നാൽ ക്രിക്കറ്റിനായി കലൂർ സ്റ്റേഡിയം വിട്ടുകൊടുത്താൽ കോടികൾ മുടക്കിയ പിച്ച് നഷ്ടപ്പെടുമെന്നാണ് മറുഭാഗം വാദിക്കുന്നത്. മാത്രമല്ല, ഫുട്ബോൾ പ്ലേയേഴ്സ് ഒന്നാകെ തിന്നി വീഴാൻ കാരണമാകുമെന്നും ഇവർ പറയുന്നു. ക്രിക്കറ്റിന് വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ ആ പിച്ച് ഭയങ്കര സോഫ്റ്റാണ്. അഥവാ പിച്ച് ശരിയാക്കിയില്ലെങ്കിൽ നമ്മളെപ്പോഴും സ്കിഡ് ചെയ്ത് വീഴും. അപ്പോൾ ഇഞ്ചുറികളും അധികം വരാനുള്ളൊരു സാധ്യതയുണ്ട്. അത് ശരിക്കും ഒരു ക്രിക്കറ്റ് വന്നിട്ട് ഫുട്ബോളിനെ നശിപ്പിക്കണ പോലെ ഇപ്പോൾ തീരുമാനം. സച്ചിൻ ടെണ്ടുൽക്കറുടെ അഭിപ്രായമാണ് ഇക്കാര്യത്തിൽ ഏറെ വിവാദമായത്. എന്നാൽ സച്ചിന്റെ അഭിപ്രായം കാര്യമാക്കേണ്ടതില്ല, അനാവശ്യമാണെന്നാണ് KCAയുടെ പ്രതികരണം. അദ്ദേഹം ന്യൂട്രലായിരുന്നെങ്കിൽ നമുക്ക് ഓക്കെ, ആസ് എ ക്രിക്കറ്റർ അല്ല അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നത്. അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓണറും കൂടെയാണ്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഇവിടെ ഒരു ഗ്രൗണ്ട് വേണമെന്ന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടാവും. അതിൽ അദ്ദേഹത്തിന് തെറ്റു പറയാൻ പറ്റില്ല. കലൂർ സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ അഭിലാഷ് മുഹമ്മയോടൊപ്പം സിബി ജോസഫ്.